റോഡിനിരുവശവും മണിക്കൂറുകളോളം കാത്തുനിന്ന ജനക്കൂട്ടം മോദി മോദി വിളികളോടെയാണ് അദ്ദേഹത്തെ വരവേറ്റത്. തൃശൂളിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിന് വലിയ ഊർജം നൽകുന്നതായിരുന്നു ഈ സന്ദർശനം. റോഡ് ഷോയ്ക്ക് ശേഷം അദ്ദേഹം പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുകയും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലെ വിജയപ്രതീക്ഷ പങ്കുവയ്ക്കുകയും ചെയ്തു. തൃശൂർ പാലക്കാട്ടെ പൊതുസമ്മേളനത്തിനു പിന്നാലെ സാംസ്കാരിക നഗരിയായ തൃശൂരിലും ആവേശം വിതച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ. തൃശൂർ നഗരത്തെ പുഷ്പവൃഷ്ടിയാൽ മൂടി പതിനായിരക്കണക്കിന് ബി.ജെ.പി. ആർ.എസ്.എസ്. പ്രവർത്തകരാണ് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത്. പാലക്കാട്ടെ പരിപാടികൾക്ക് ശേഷം ഹെലികോപ്റ്റർ മാർഗം കുട്ടനെല്ലൂർ ഗവൺമെന്റ് കോളേജ് ഗ്രൗണ്ടിലിറങ്ങിയ പ്രധാനമന്ത്രി അവിടെ നിന്ന് 7 കിലോമീറ്റർ ദൂരം കാർ മാർഗമാണ് സ്വരാജ് റൗണ്ടിലെത്തിയത്. തുറന്ന വാഹനത്തിൽ ജനങ്ങളെ അഭിവാദ്യം ചെയ്ത മോദിക്കൊപ്പം കേന്ദ്രമന്ത്രിയും തൃശൂർ എം.പിയുമായ സുരേഷ് ഗോപി, എൻ.ഡി.എ സ്ഥാനാർത്ഥികളായ പത്മജ വേണുഗോപാൽ, സി മുകുന്ദൻ, കെ അനീഷ് കുമാർ എന്നിവരും അണിനിരന്നു. റോഡിനിരുവശവും മണിക്കൂറുകളോളം കാത്തുനിന്ന ജനക്കൂട്ടം മോദി മോദി വിളികളോടെയാണ് അദ്ദേഹത്തെ വരവേറ്റത്. തൃശൂരിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിന് വലിയ ഊർജം നൽകുന്നതായിരുന്നു ഈ സന്ദർശനം. റോഡ് ഷോയ്ക്ക് ശേഷം അദ്ദേഹം പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുകയും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലെ വിജയപ്രതീക്ഷ പങ്കുവയ്ക്കുകയും ചെയ്തു. പാലക്കാട് ബി.ജെ.പിയുടെ കേരളത്തിലേക്കുള്ള കവാടം. സംസ്ഥാനത്ത് ബി.ജെ.പി. വലിയ വിജയപ്രതീക്ഷ പുലർത്തുന്ന പാലക്കാട് മണ്ഡലം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശനം. ഹെലികോപ്റ്റർ മാർഗം മേഴ്സി കോളേജ് ഗ്രൗണ്ടിലിറങ്ങിയ അദ്ദേഹത്തെ വൻ ജനക്കൂട്ടം സ്വീകരിച്ചു. തുടർന്ന് മിഷൻ സ്കൂൾ ജംഗ്ഷൻ മുതൽ എസ്.ബി.ഐ. ജംഗ്ഷൻ വരെ നീണ്ട ആവേശകരമായ റോഡ് ഷോയിലൂടെ അദ്ദേഹം പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തു. റോഡിനിരുവശവും തിങ്ങി നിറഞ്ഞ ആയിരക്കണക്കിന് ആളുകളാണ് പ്രധാനമന്ത്രിയെ വരവേറ്റത്. റോഡ് ഷോയ്ക്ക് ശേഷമാണ് അദ്ദേഹം കോട്ടമൈതാനത്തെ പൊതുസമ്മേളനവേദിയിലെത്തിയത്. സജി ചെറിയാനു പങ്കില്ലാത്ത ഒരു കച്ചവടവും മേഖലയിലില്ലെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. തന്നെ സൈക്കോപാത്ത് എന്ന് വിളിച്ച ജെയിംസ് സാമുവൽ സജി ചെറിയാന്റെ ക്രിമിനൽ സംഘത്തിൽപ്പെട്ട ആളാണെന്നും സുധാകരൻ പറഞ്ഞു. 63 വർഷത്തെ CPM അംഗത്വം ഉപേക്ഷിക്കാൻ തന്നെ പ്രേരിപ്പിച്ച സാഹചര്യവും അദ്ദേഹം വിശദീകരിച്ചു. പാർട്ടിയുടെ പൊതുപരിപാടികളിൽ തന്നെ നിരന്തരം അവഗണിച്ചതും M.V. ഗോവിന്ദൻ താൻ പരിഗണന അർഹിക്കുന്നില്ല എന്ന് പരസ്യമായി പറഞ്ഞതും ഇതിന് കാരണമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികാഘോഷ ചടങ്ങിൽ തനിക്ക് ക്ഷണക്കത്തുപോലും നൽകിയില്ലെന്നും ഇത്തവണ സീറ്റ് നൽകാത്തതും പാർട്ടിയിൽ അഴിമതിക്കാരും മാഫിയ രാഷ്ട്രീയക്കാരും പിടിമുറുക്കുന്നതിലും അമർഷമുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. നിർഭയമായും സത്യസന്ധമായും രാഷ്ട്രീയ പ്രവർത്തനം തുടരാൻ ആകാത്ത സാഹചര്യമാണ് CPMലുള്ളതെന്നും അദ്ദേഹം ആരോപിച്ചു. അഴിമതിക്കും ക്രിമിനൽ രാഷ്ട്രീയത്തിനുമെതിരെയുള്ള നിലപാടിന്റെ ഭാഗമായാണ് അമ്പലപ്പുഴയിൽ മത്സരിക്കാൻ തീരുമാനിച്ചത്. UDFന്റെ പിന്തുണ സുധാകരൻ ഉണ്ടാകുമെന്നുറപ്പായതോടെ അമ്പലപ്പുഴയിലെ തിരഞ്ഞെടുപ്പ് പോരാട്ടം പ്രവചനാതീതമായിരിക്കുകയാണ്. വി.ഡി. സതീശന്റെ അഭിമുഖം ഫേസ്ബുക്കിൽ നിന്ന് നീക്കം ചെയ്ത സംഭവത്തിൽ വിശദീകരണവുമായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ. അഭിമുഖം നീക്കം ചെയ്തത് മെറ്റയ്ക്ക് സംഭവിച്ച അബദ്ധമാണെന്നും കമന്റുകൾ നീക്കം ചെയ്യാനാണ് പോലീസ് ആവശ്യപ്പെട്ടിരുന്നതെന്നും അദ്ദേഹം വിശദീകരിച്ചു. തിരുവനന്തപുരം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ അഭിമുഖം ഫേസ്ബുക്കിൽ നിന്ന് നീക്കം ചെയ്ത സംഭവത്തിൽ വിശദീകരണവുമായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ. അഭിമുഖം നീക്കം ചെയ്തത് മെറ്റയ്ക്ക് സംഭവിച്ച അബദ്ധമാണെന്നും കമന്റുകൾ നീക്കം ചെയ്യാനാണ് പോലീസ് ആവശ്യപ്പെട്ടിരുന്നതെന്നും അദ്ദേഹം വിശദീകരിച്ചു. കമന്റുകൾ പലതും മോശം ഭാഷയിലായിരുന്നതിനാലാണ് പോലീസ് ഇടപെട്ടത്. പോലീസിന് IT ആക്ട് പ്രകാരം അധികാരമുണ്ടെന്നും രത്തൻ ഖേൽക്കർ പറഞ്ഞു. വീഡിയോ നീക്കം ചെയ്ത സംഭവത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അഭിമുഖം റീസ്റ്റോർ ചെയ്യാൻ പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അബദ്ധത്തിൽ സംഭവിച്ച കാര്യമാണ്. മെറ്റയോട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസാരിച്ചിട്ടുണ്ട്. സൈബർ പോലീസിംഗ് നടക്കുന്നുണ്ട്. പോലീസ് നടപടിയിൽ പരാതിയുണ്ടെങ്കിൽ പരിഹരിക്കാൻ സംവിധാനമുണ്ടെന്നും രത്തൻ ഖേൽക്കർ പറഞ്ഞു. വി.ഡി. സതീശനുമായി മനോരമ ന്യൂസിലെ ന്യൂസ് ഡയറക്ടർ ജോണി ലൂക്കോസ് നടത്തിയ അഭിമുഖത്തിലെ ഒരു ഭാഗമാണ് പോലീസിന്റെ നിർദ്ദേശപ്രകാരം നീക്കം ചെയ്തത്. അഭിമുഖത്തിന്റെ ഒരു ഭാഗം ഇന്ത്യയിൽ കാണിക്കുന്നത് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് കേരള പോലീസിന്റെ സൈബർ ഓപ്പറേഷൻസ് വിഭാഗം ഫേസ്ബുക്കിന് നോട്ടീസ് നൽകുകയായിരുന്നു.
അതേസമയം സീൽ വിവാദത്തിലും രത്തൻ ഖേൽക്കർ പ്രതികരിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കത്തിൽ ബിജെപിയുടെ സീൽ പതിച്ച സംഭവത്തിൽ കൃത്യമായ വിശദീകരണം നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. സീൽ എങ്ങനെ വന്നുവെന്ന് പിന്നീട് വ്യക്തമാക്കാം. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം തുടർന്ന് നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു രത്തൻ ഖേൽക്കർ. കോർപ്പറേഷൻ ഭരണം നഷ്ടമായതും ആദ്യമായി ബിജെപി അധികാരം പിടിച്ചതും ആര്യയുടെ ഭരണത്തിലെ പിഴവുകൾ മൂലമാണെന്ന വിമർശനം പാർട്ടിക്കുള്ളിൽ ശക്തമാണ്. ഇതാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് ആര്യയെ ഒഴിവാക്കാൻ കാരണമെന്നാണ് സൂചന. പൂജപ്പുരയിൽ നടന്ന പാർട്ടി പൊതുയോഗത്തിൽ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ ആര്യ രാജേന്ദ്രൻ ഒരു കാഴ്ചക്കാരിയായിട്ട് മാത്രമാണ് എത്തിയത്. തിരുവനന്തപുരം രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായി സിപിഎം അവതരിപ്പിച്ച ആര്യ രാജേന്ദ്രനെ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ നിന്ന് പാർട്ടി അകറ്റി നിർത്തുന്നതായി സൂചന. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതിനു പിന്നാലെ ഇപ്പോൾ നിയമസഭാ പ്രചരണ പരിപാടികളിലും ആര്യയ്ക്ക് കാര്യമായ റോൾ നൽകുന്നില്ല എന്നത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ചയാകുന്നു. കോർപ്പറേഷൻ ഭരണം നഷ്ടമായതും ആദ്യമായി ബിജെപി അധികാരം പിടിച്ചതും ആര്യയുടെ ഭരണത്തിലെ പിഴവുകൾ മൂലമാണെന്ന വിമർശനം പാർട്ടിക്കുള്ളിൽ ശക്തമാണ്. ഇതാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് ആര്യയെ ഒഴിവാക്കാൻ കാരണമെന്നാണ് സൂചന. പൂജപ്പുരയിൽ നടന്ന പാർട്ടി പൊതുയോഗത്തിൽ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ ആര്യ രാജേന്ദ്രൻ ഒരു കാഴ്ചക്കാരിയായിട്ട് മാത്രമാണ് എത്തിയത്. സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം എം.എ. ബേബി ഉദ്ഘാടനം ചെയ്ത ചടങ്ങിലെ വേദിയിൽ പോലും ഇടം നൽകാതെ ആര്യ പിന്നിലേക്ക് മാറി നിന്നത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. സ്ഥാനാർത്ഥി വി. ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ പങ്കെടുത്ത ചടങ്ങ് അവസാനിക്കും മുൻപേ ആര്യ മടങ്ങിയതും അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടി. തന്റെ കുഞ്ഞിനെയും കളിപ്പിച്ച് സാധാരണക്കാരിയെപ്പോലെ പിന്നിരയിൽ ആര്യ മാറി നിന്നത് ഏറെ മാധ്യശ്രദ്ധ നേടിയിരുന്നു. ഭർത്താവും ബാലുശ്ശേരിയിലെ സ്ഥാനാർത്ഥിയുമായ സച്ചിൻ ദേവ് ആര്യ തിരുവനന്തപുരം പാർട്ടി ചുമതലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് എന്ന് വിശദീകരിച്ചുവെങ്കിലും സ്വന്തം ജില്ലയിലെ പ്രചരണ പരിപാടികളിൽ പോലും ആര്യയ്ക്ക് അർഹമായ പരിഗണന ലഭിക്കുന്നില്ല എന്നതാണ് നിലവിലുള്ള വിലയിരുത്തൽ. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓരോ ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർമാർക്കും പ്രമുഖ ബ്രാൻഡുകളുടെ 200 ഹൽവ പാക്കറ്റുകൾ വീതം നൽകും. ജില്ലയിലെ ഏതു പോളിംഗ് ബൂത്തിലാണ് ഹൽവ വിതരണം ചെയ്യേണ്ടതെന്ന് അതത് ജില്ലാ ഓഫീസർമാർക്ക് തീരുമാനിക്കാം. വോട്ട് ചെയ്യാൻ വരുന്നത് കന്നിവോട്ടറാണെന്ന് ഉറപ്പുവരുത്തി ഹൽവ നൽകേണ്ട ചുമതല ബൂത്ത് ലെവൽ ഏജന്റ്മാർക്കായിരിക്കും. തിരുവനന്തപുരം കന്നിവോട്ടർമാരെ ബൂത്തുകളിലേക്ക് ആകർഷിക്കാൻ വേറിട്ടൊരു വഴി കണ്ടെത്തിയിരിക്കുകയാണ് കേരള തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇത്തവണ കന്നിവോട്ട് രേഖപ്പെടുത്തി പുറത്തിറങ്ങുന്ന വോട്ടർമാരെ കാത്തിരിക്കുന്നത് രുചികരമായ ഹൽവ പാക്കറ്റുകളാണ്. യുവാക്കൾക്കിടയിൽ വോട്ടിങ്ങിനെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനും സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതിൽ അവരെ താൽപ്പര്യമുള്ളവരാക്കാനുമാണ് ഈ നടപടി. പദ്ധതി നടപ്പിലാക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓരോ ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർമാർക്കും പ്രമുഖ ബ്രാൻഡുകളുടെ 200 ഹൽവ പാക്കറ്റുകൾ വീതം നൽകും. ജില്ലയിലെ ഏതു പോളിംഗ് ബൂത്തിലാണ് ഹൽവ വിതരണം ചെയ്യേണ്ടതെന്ന് അതത് ജില്ലാ ഓഫീസർമാർക്ക് തീരുമാനിക്കാം. വോട്ട് ചെയ്യാൻ വരുന്നത് കന്നിവോട്ടറാണെന്ന് ഉറപ്പുവരുത്തി ഹൽവ നൽകേണ്ട ചുമതല ബൂത്ത് ലെവൽ ഏജന്റ്മാർക്കായിരിക്കും. തിരഞ്ഞെടുപ്പ് വിതരണത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും പകർത്തി റിപ്പോർട്ട് ചെയ്യണമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ നിർദ്ദേശിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് ഒരു ആഘോഷമാക്കി മാറ്റാനും വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാനുമുള്ള കമ്മീഷന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ തീരുമാനം. കന്നിവോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഈ തിരഞ്ഞെടുപ്പ് അവരുടെ ജീവിതത്തിലെ മധുരമുള്ള ഒരു ഓർമ്മയായി മാറുമെന്ന് ഉറപ്പാണ്.